ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കിങ്ങനെ വാട്സപ്പിൻ്റെ അകത്ത് മെസ്സേജ് വന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. ഒന്നാമതെന്ന് വെച്ചാൽ ഞാൻ 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒട്ടും സജീവമല്ലാതെ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് പറ്റിയത്? എന്നെ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക്, എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കറിയാം എൻ്റെ ഉമ്മാക്കും സുഖമില്ല, എനിക്കും സുഖമില്ല എന്ന്. അപ്പം അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഞാൻ സോഷ്യൽ മീഡിയയിൽ വരാത്തത് എന്നുള്ള ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കാലിപ്പം ഭേദമായോ എന്ന് ചോദിച്ചാൽ ഭേദമായി, എന്നാലോ ഭേദമായിട്ടില്ല താനും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എൻ്റെ കാല് നിൽക്കുന്നത്. ഉമ്മാൻ്റെ അസുഖവും അതേപോലെ തന്നെയാണ്. നാളെ ചെക്കപ്പിന് പോവുകയാണ്. നാളെ അറിയാം എന്താണ് ഏതാണ് എന്നൊക്കെ. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഉമ്മാക്ക് സുഖമില്ല, ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നത്, എന്താണ് അസുഖം എന്താണെന്ന് പറയാത്തത്? അപ്പം അസുഖം ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്ത് തന്നെ ആയാലും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പറയുന്നുണ്ട്, സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഉമ്മക്ക് പെട്ടെന്ന് ഭേദമാവാൻ വേണ്ടിയിട്ട് നേർച്ചകൾ നേർന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ എൻ്റെ കാലിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഒരു നേഴ്സിൻ്റെ എന്താ പറയുക, ശ്രദ്ധക്കുറവ് മൂലം കാലിൽ ഇഞ്ചക്ഷൻ മാറി കുത്തിയതാണ്. അപ്പോൾ നിലവിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ ഏകദേശം നടക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഒട്ടും നടക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്തെങ്കിലും തലയണേൻ്റെ മുകളിലോ അങ്ങനെ കാല് പൊക്കി വെക്കണം. കാരണം അവിടെ പൾസ് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നടപ്പൊക്കെ വളരെ വളരെ കുറവാണ്. ഇപ്പം ഏകദേശം ഞാൻ നടന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനേക്കാട്ടിലൊക്കെ ഉപരി വിഷു അല്ലേ വരുന്നത്. അപ്പോൾ വിഷുവിൻ്റെ കുറച്ച് വർക്ക്, അതും 4-5 മാസങ്ങൾക്ക് മുമ്പേ ഏറ്റെടുത്ത വർക്കുകളുണ്ട്. അപ്പോൾ അവർക്ക് വിഷുക്കണി വെക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളാണ്. അപ്പം നമുക്ക് അസുഖം വന്നാലോ, നമ്മുടെ മാതാപിതാക്കൾക്ക് അസുഖം വന്നാലോ, അല്ലെങ്കിൽ മക്കൾക്ക് അസുഖം വന്നാലോ നമ്മുടെ തൊഴിലിനെ അത് ബാധിക്കാൻ പാടില്ല. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ജോലി അത് നമുക്ക് എന്താ പറയുക, റെഗുലറായിട്ട് വീണ്ടും വീണ്ടും ഓർഡറുകൾ കിട്ടുകയും മറ്റുള്ളവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മളടുത്തേക്ക് വരികയും ചെയ്യുന്ന സമയത്ത്, ഒരു മിനിറ്റ് ആരും ഒന്ന് സൗണ്ട് കുറയ്ക്കോ. അരുണിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ഇവിടെ. അവരുടെ കഥ പറച്ചിലാട്ടോ നിങ്ങൾ കേട്ടത്. അപ്പം നമ്മൾ ഒരു എന്താ പറയുക, ഒരു വർക്ക് ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കോളും. നമ്മൾ പൂർത്തീകരിച്ച് ഇന്ന ഡേറ്റിന് കൊടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുത്തിരിക്കണം. അവിടെ നമുക്ക് പല പല സാഹചര്യങ്ങളും വന്നേക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ മുൻകൂട്ടി കാണുന്നതുകൊണ്ട് ഇവൻ എന്തെങ്കിലും, പിള്ളേരാണ്, ഉമ്മ ഉണ്ട്, അല്ലെ വാപ്പ, നമ്മുടെ ചുറ്റിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് വയ്യാതെ ആയാൽ നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷനൊക്കെ തെറ്റിപ്പോവും. ഞാനിപ്പോൾ ജൂണിലേക്കൊക്കെ ഫോട്ടോൻ്റെ ഓർഡർ പറ്റക്കുറവ്. ഞാൻ എല്ലാ മാസവും എടുക്കുന്നതിൻ്റെ 1/4 ഭാഗം പോലും ജൂണിലേക്ക്, ജൂലൈ, അവിടുന്ന് തൊട്ടിട്ട് അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഞാൻ എടുക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മഴ പെയ്താൽ ഈ ഫോട്ടോ ഉണങ്ങാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം മുൻകൂട്ടി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. കാരണം മനുഷ്യന്മാരുടെ കാര്യമാണ്, നമുക്കൊന്നും ചെയ്യാനും പറയാനും പറ്റില്ല. ഇപ്പം ഒന്നും വേണ്ട, നമ്മളെവിടെയെങ്കിലും ഒന്ന് തെന്നി വീണാൽ മതി. പക്ഷേ ചില ഹൗസ് വാമിങ്ങിൻ്റെ ഫോട്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരോട് നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എന്തെങ്കിലും കാരണവശാൽ വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഇവിടെ വീട്ടിൽ വരച്ച് വെക്കാറുമില്ല. ഈവൻ ഏതെങ്കിലും എമർജൻസി വന്നാൽ നമുക്കെടുത്ത് കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ വരച്ച് വെക്കാറുമില്ല കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പം അഡ്ജസ്റ്റ് ചെയ്ത് ആ വർക്ക് ഞാൻ എന്തായാലും പൂർത്തീകരിച്ച് കൊടുക്കും. അപ്പം മെയിനായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ ഏക കാരണം ഇതൊക്കെ തന്നെയാണ്. ഉമ്മാൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഉമ്മ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സിസ്റ്റേഴ്സാണ് ഉമ്മാനെ നോക്കുന്നത്. ആ ഭാഗത്തേക്ക് ഞാൻ പോകാറേ ഇല്ല. പോകാൻ എനിക്ക് ഒഴിവില്ലാത്തത് കൊണ്ടാട്ടോ. അല്ലാതെ ഉമ്മ വയ്യാതെ കിടന്നിട്ട് മകൾ നോക്കാതിരിക്കുക എന്നല്ല കേട്ടോ. എനിക്ക് പോകാൻ പറ്റൂല.
കാരണം ഞാൻ പോയിട്ട് എന്നാലും ഉമ്മ പറയൂ കേട്ടോ, നീ ഇവിടെ വന്ന് കിടന്നോ, നമുക്ക് ഒരുമിച്ച് ഇവിടെ കിടക്കാമല്ലോ, രണ്ടുപേരുടെയും കാൽക്ക് ബുദ്ധിമുട്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകാറില്ല. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ വരയ്ക്കാനുള്ളത്. അപ്പം ഞാൻ എല്ലാം വരച്ച് വീട്ടിലൊക്കെ കണി വെക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു. അതിന് താങ്ക് ഗോഡ് ലാസ്റ്റത്തെ ഫോട്ടോ കഴിഞ്ഞ ശനിയാഴ്ച അന്ന് കൊറിയർ ചെയ്ത് ഇന്ന് അവരുടെ മെസ്സേജ് വന്നു, ഫോട്ടോ കയ്യിൽ കിട്ടിയിട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് സത്യം വരച്ച് ഞാൻ പറഞ്ഞാൽ ഞാനൊന്ന് ശ്വാസം വിട്ടത് തന്നെ പറയാം. കാരണം എന്നോട് നടക്കരുത്, കാല് താഴ്ത്തി വെക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഞാൻ വരയ്ക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വലിയ ഹൈറ്റ് ഇല്ലാത്ത എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കഴിയുന്നതും കാല് താഴ്ത്തി വെക്കാതെ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണോ മേ ബി മാറിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇഞ്ചക്ഷൻ ചെയ്തെടുത്ത് ഇപ്പോഴും തരിപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇത് കംപ്ലൈൻ്റ് ആയിട്ട് മുന്നോട്ട് പോകണമെന്ന്. എന്നിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേഷനിൽ നിലവിലൊരു പരാതിയായിട്ട് കിടക്കുന്നുണ്ട്. അത് നമ്മൾ പിൻവലിച്ചിട്ടുമില്ല, പരാതി രജിസ്ട്രേഷൻ ചെയ്യാനും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നമ്മളൊരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിടൂലേ, അതേപോലെ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടതാണ്. അപ്പോൾ കാലിൻ്റെ അവസ്ഥ എത്രത്തോളം എങ്ങനെയൊക്കെ ഭേദമാവുമോ എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ ഇതെടുത്ത് വെച്ച് പറയാൻ കാരണം ആ ഒരു വിഷയം നടന്നതിന് ശേഷം ഇതുവരെ ഹോസ്പിറ്റലുകാരോ നേഴ്സോ ഹോസ്പിറ്റലിൻ്റെ അധികാരപ്പെട്ട ഒരാളും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ ഹോസ്പിറ്റലിൻ്റെ മര്യാദ എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവരാരും ഇതിനെക്കുറിച്ചും ഒന്നും നമ്മളടുത്ത് അന്വേഷിക്കുക, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്താ പറ്റിയേ, അവിടെ ഡോക്ടേഴ്സ് ഉള്ളതല്ലേ, നിങ്ങൾ പിന്നീട് കാണിക്കണോ, എന്താ ഏതാ എങ്ങനെയുണ്ട് കാലിന്, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല, ഭേദമായോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണമല്ലോ, അതുപോലും അവർ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതാണ്. കാലൊന്ന് ഭേദമാവട്ടെ, കാല് ഭേദമായിട്ടല്ലേ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാല് ഭേദമാവാതെ നമ്മൾ എടുത്ത് ചാടി പോയിട്ട് കാല് വീണ്ടും അധികമാക്കി അഡ്മിറ്റ് ചെയ്ത് ഒരു വലിയൊരു വിഷയത്തിലേക്ക് പോകുന്നതിനെക്കാട്ടും നല്ല കാല് ഭേദമായിട്ട് സാവധാനം പോകാം. കാരണം നമ്മളവരുടെ റിട്ടേൺ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് പിന്നീട് എപ്പം വേണമെങ്കിലും അത് കേസാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞതുകൊണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോകാമെന്ന് കരുതി. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ കഴിയുന്നതും വീഡിയോ ചെയ്ത് ഇടാമെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം, അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇഷ്ടമാവാത്തവർ സ്ക്രോൾ ചെയ്ത് പോവുക. പിന്നെ കമൻ്റ് ഇടുന്നോല് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ എന്നുള്ളതാണല്ലോ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. അവിടെ എന്തും ഇട്ടോളൂ, തെറിയാണെങ്കിലും ഇട്ടോളൂ, ചേച്ചി കേൾക്കാൻ തയ്യാറാണ്. പിന്നെ ബാക്കിയുള്ളവർ കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, അവർ മതിയടോ. 1000 പേര് കുറ്റപ്പെടുത്തിയാലും ഒരൊറ്റ ആൾ മതി ചേർത്ത് പിടിക്കുന്നത്, അത് മതി. അതുമ്മ കൂടി ഞാൻ അങ്ങനെ മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.